ഹായ് ഓൾ, വെൽക്കം ടു സേ ചിയേഴ്സ്. ഇന്ന് നമ്മൾ ഫോക്സ്ടെയിൽ മില്ലറ്റ് കൊണ്ട് ഒരു ദോശ എങ്ങനെ ഉണ്ടാക്കണം നോക്കാം. തിനാന്ന് പറയും നമ്മൾ മലയാളത്തിൽ ഇതിന്. 1 കപ്പ് ഫോക്സ്ടെയിൽ മില്ലറ്റ്, 1/2 കപ്പ് ഉഴുന്ന്, 1/4 കപ്പ് കട്ടിയുള്ള വെള്ള അവിൽ, ഇത് മൂന്നും വെവ്വേറെ കുതിർത്തണം. ഉഴുന്നിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ ഉലുവയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടെല്ലാം കഴുകിയിട്ട് വെവ്വേറെ കുതിർത്തി വെക്കണം. ഈ തിനാന്ന് പറയുന്ന ഫോക്സ്ടെയിൽ മില്ലറ്റ് ഉണ്ടല്ലോ, ഇത് 8 മണിക്കൂർ കുതിർത്തണം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് കഴുകണം അരയ്ക്കുന്ന മുമ്പ്. ആദ്യം ഈ ഉഴുന്നും അവിലും കൂടെ അരച്ചെടുക്കണം നന്നായിട്ട്. അവിൽ നമുക്കൊരു 10 മിനിറ്റിൽ കുതിർന്ന് കിട്ടും, അതുകൊണ്ട് അത് 8 മണിക്കൂർ കുതിർത്തിക്കൊള്ളണം എന്നോ നിർബന്ധമൊന്നുമില്ല. ഈ തിന, ഉഴുന്ന്, അവിൽ എല്ലാം അരച്ചിട്ട് ഒരു പാത്രത്തിൽ ഒരുമിച്ച് അതിനെ ഇട്ടിട്ട് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഉപ്പ് ആവശ്യമനുസരിച്ച് ഇട്ടോളൂ. എന്നിട്ട് നന്നായിട്ടൊന്ന് കയ്യിലോണ്ട് ഇളക്കി വെച്ചിട്ടുണ്ട്. കൈകൊണ്ട് ഇളക്കുക, കയ്യിലോണ്ട് ഇളക്കുക വേണമെങ്കിൽ. ഇനി ഇത് അടച്ച് വെച്ചൊരു 8 മണിക്കൂർ ഫെർമെൻറ്റ് ആകാനായിട്ട് വെക്കണം. ഞാൻ 13 മണിക്കൂർ വെച്ചിട്ട് മാവ് നന്നായി പൊങ്ങി വന്നിട്ടില്ല. അത് ബാംഗ്ലൂരിലെ തണുപ്പ് കാരണമാണ്. പക്ഷേ ദോശ ചുടാനൊക്കെ നന്നായിട്ട് വന്നു കേട്ടോളൂ. എന്നിട്ടിത് സാധാരണ നമ്മൾ ദോശ ചുടും പോലെ ചുട്ടെടുക്കുക തന്നെ. നമ്മൾ അരി ഉഴുന്നുകൊണ്ട് ഉണ്ടാക്കുന്ന ദോശയ്ക്ക് വേറൊരു സ്വാദാണ്. ഈ ദോശയ്ക്ക് ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. നമ്മൾ അരി ചേർത്തിട്ടേ ഇല്ലല്ലോ ഇതിൽ. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യൂ. അപ്പോൾ ഇനി വേറൊരു വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു, ബൈ.